അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ അവിലിനെ കൊണ്ട് ഒരു നല്ലൊരു കിടിലൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് രാവിലത്തെ ചായക്കും വൈകുന്നേരത്തെ ചായക്കും ഒരുപോലെ നല്ല ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവിൽ എടുക്കുക, വെള്ള അവിൽ ഏതും പറ്റുമോ. ഞാനിത് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം മാറ്റാം. മുഴുവൻ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്തത് കുറച്ച് കടല വറുത്തെടുക്കാനുണ്ട്. ഞാൻ ഫ്രൈ പാൻ വെച്ച് സ്റ്റൗ ഓണാക്കുന്നുണ്ട്. ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്ത കടല കിട്ടുമെങ്കിൽ അത് എടുത്ത് വിട്ടാൽ മതി. കടല വറുത്തായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റൗ ഓണാക്കി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മുഴുവനും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ ചേർത്ത് കൊടുത്തന്നെ തീ നല്ലപോലെ കുറച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മഞ്ഞളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ കഴുകി വെച്ച അവിലിട്ട് കൊടുക്കുക. ഞാൻ അതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുക. രാവിലത്തെ ചായക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് നല്ലൊരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി ഇഷ്ടമില്ലാത്ത ആൾ അത് ചേർക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ അവിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. ചൂടോടെ തന്നെ കഴിക്കണം. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ വറുത്ത് വെച്ച കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഓമപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഓമപ്പൊടിയും കടലും ഒക്കെ കാണുമ്പോൾ. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.